ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അറബിക് യെല്ലോ റൈസ് ആണ് കേട്ടോ. അപ്പോൾ പാർട്ടി സ്പെഷ്യലൊക്കെ ആയിട്ട് ഏത് സൈഡ് ഡിഷിൻ്റെ കൂടെ വേണമെങ്കിലും എടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയിൻ ടേസ്റ്റി റൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ എന്തായാലും ഒഴിവാക്കരുത്, കാരണം ഈ ഒരു റൈസിന് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ബട്ടർ എന്തായാലും വേണം. ഓയിൽ മാത്രമായി കഴിഞ്ഞാൽ അത്രയ്ക്ക് പോരാ കേട്ടോ. അതിലേക്കൊരു 6 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ചെറിയ പീസ് പട്ട, പിന്നെ ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്നങ്ങ് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവാള വളരെ ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുത്തതാണ്. വലുതാണെങ്കിൽ 1ൻ്റെ പകുതി മതിയാവും കേട്ടോ. അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. ശരിക്കും നമ്മൾ 3 കപ്പ് അരി 600 ഗ്രാം അരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു അളവിൽ സവാള മതിയാകും. അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂത്ത് വന്നോട്ടെ. സവാള അത്യാവശ്യം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ച് പേസ്റ്റാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ഇല്ലാത്ത വെളുത്തുള്ളി മാത്രമാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 4-5 പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അത്യാവശ്യം നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒരു വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടിക്കോട്ടെ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചെറിയൊരു മസാല ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുക. ഡ്രൈ ലെമൺ എന്തായാലും വേണം കേട്ടോ. എന്നിട്ട് അത്യാവശ്യം ഒന്ന് ചൂടായിട്ട് ഗ്യാസ് ഓഫാക്കാൻ നേരത്ത് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുക. അങ്ങനെ പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയിൽ നിന്നും 1 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒരു അറബിക് സ്പൈസസ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. റെഡിമെയ്ഡായിട്ട് വാങ്ങിയതുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ കുറച്ച് കൂടുതലുണ്ടാകും. അത് വേറെ ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാം. വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മതി. പിന്നെ ഇനി ഇതിലേക്ക് മെയിനായിട്ട് മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത്. നമ്മുടെ ചോറിൻ്റെ പേര് പോലെ തന്നെ യെല്ലോ റൈസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലാണ് നമ്മൾ ചോറിന് കറക്റ്റ് ഒരു മഞ്ഞ കളർ കിട്ടുള്ളൂ. ഒരുപാട് കൂടുതൽ വേണ്ട, എന്നാലും അത്യാവശ്യം ഒരു മഞ്ഞ കളർ, കപ്സയുടെ ഒന്നും കളറല്ല, നല്ലൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു എണ്ണയിലിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ബട്ടറിലൊക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു മണം കൂടുതൽ കിട്ടും. ഈ സമയത്ത് ഇതിലേക്കൊരു ഉണക്ക നാരങ്ങ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കപ്സയ്ക്കൊക്കെ ഇടുന്ന ആ ഒരു നാരങ്ങ ഉണ്ടല്ലോ, അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പുളിയാണ് നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയ ഒരു ചോറിന് കിട്ടുന്നത് കേട്ടോ. തക്കാളി കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. ഇനി അരിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 5.5 കപ്പ് വെള്ളമാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. 3 കപ്പ് ബസ്മതി റൈസാണ് എടുക്കുന്നത്. നമ്മളൊരു ഇരട്ടി വെള്ളം എന്നുള്ള രീതിക്ക് എടുക്കുമ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം കുറച്ചിട്ടാണ് ഞാൻ ബസ്മതി റൈസിന് എടുക്കുന്നത് കേട്ടോ. 1.5 കപ്പ് അളവിലാണ് നിങ്ങൾ സാധാരണ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു അളവ് മതിയാവും ചോറിൻ്റെ വേവ് അനുസരിച്ചിട്ട്. അപ്പോൾ ഈ ഒരു വെള്ളം ഒന്ന് ചൂടായി തിളച്ച് വരട്ടെ. നമ്മളിപ്പോൾ ചോറുണ്ടാക്കുന്ന ഈ ഒരു പാൻ ഉണ്ടല്ലോ, ഇത് ശരിക്കും ഒരു പ്രഷർ കുക്കറാണ് കേട്ടോ. പിജിയൻ കമ്പനീൻ്റെ ഓൾ ഇൻ വൺ സൂപ്പർ കുക്കറാണ് കേട്ടോ. ഇത് ശരിക്കും നമുക്ക് 3 ആവശ്യങ്ങൾക്കായിട്ട് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാനാണ്. ഇതുപോലെ നോർമലായിട്ട് ചോറൊക്കെ ഉണ്ടാക്കുക. പാത്രം ഇതുപോലെ അടച്ച് വെച്ചിട്ട്, അതല്ലാതെ പ്രഷർ കുക്കറിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു അടപ്പ് പ്രഷർ കുക്കറിൻ്റെതാണ് വരുന്നത്. വിസിലൊക്കെ വെച്ചിട്ട് തന്നെ ഉള്ളത്. അപ്പോൾ ഇത് പ്രഷർ കുക്കറായിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ചോറൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ബസ്മതി റൈസൊക്കെ വെച്ച് ഊറ്റി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു അടപ്പ് കൂടെ വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ഉപയോഗം കൂടെ വരുന്ന രീതിയിൽ. അപ്പോൾ ഇങ്ങനെ 3 in 1 ആയിട്ട് വരുന്ന നല്ലൊരു ഉപകാരമായിട്ടുള്ള നല്ലൊരു പാനാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ഓണൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, പിജിയുടെ എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ആമസോണിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ആമസോൺ ലിങ്ക് വഴി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു പാത്രം മാത്രമല്ല, പിജിയുടെ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും. അപ്പം ഈ ഒരു പാത്രം വാങ്ങിക്കുന്ന സമയത്ത് എനിക്ക് ഇതിൻ്റെ കൂടെ ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത് നല്ലൊരു നൈഫ് സെറ്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രസ്റ്റീജിൻ്റെ ഒരു നൈഫ് സെറ്റ് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആമസോണിൻ്റെ ലിങ്ക് വഴി പിജിയുടെ എന്തെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബില്ല് ഞാൻ താഴെ ഒരു വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഗിഫ്റ്റ് നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ അതുവഴി ഒന്ന് ചെന്ന് നോക്കണേ. അപ്പോൾ ഓക്കെ, നമ്മുടെ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, മാഗിയുടെ. ഇനി ഇത് തീരെ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ചിക്കൻ്റെ ഫ്രഷ് ആയിട്ടുള്ള സ്റ്റോക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുറച്ച് എല്ലും കാര്യങ്ങളൊക്കെ ഇട്ട് കുറച്ച് കൂടുതൽ വെള്ളത്തിൽ തിളപ്പിച്ചെടുത്ത് അതിൻ്റെ ആ ഒരു സ്റ്റോക്ക് എടുത്താലും മതി. അതിട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇടുന്ന സമയത്തൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ കേട്ടോ.
ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇതുപോലെ തിളച്ച് വരുന്ന സമയത്തിന് ഇതിലേക്കുള്ള അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 കപ്പ്, അതായത് 600 ഗ്രാം ഉണ്ടാവും, നോർമൽ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 20 മിനിറ്റ് കുതിർത്തെടുത്തിട്ടുണ്ട്. കൂടുതൽ സമയം കുതിർത്തിട്ടില്ല കേട്ടോ. നമ്മൾ സെല്ല വൈറ്റ് ഗോൾഡ് ബസ്മതി റൈസ് അല്ല കേട്ടോ ഇതിന് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈഡ് റൈസിനൊക്കെ എടുക്കുന്ന ആ ഒരു റൈസ് കഴുകി ഊറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കി നോക്കി ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കിയതിന് ശേഷം വെള്ളം ഇതുപോലെ നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് സാധാരണ നമ്മൾ നെയ്ച്ചോറൊക്കെ വറ്റിച്ചെടുക്കുന്ന പോലെ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് പ്രഷർ കുക്കറിലൊക്കെ ചെയ്ത് പെട്ടെന്ന് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ വെള്ളം ഇത്ര കൂടുതൽ വേണ്ടി വരില്ല, നോക്കിയിട്ട് ആ ഒരു രീതിയിലും ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കേണ്ട കാര്യം മറക്കരുത്. അപ്പോൾ കുറച്ച് സമയം കൂടെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കുന്ന സമയത്ത് ചോറൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ കറക്റ്റ് വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒന്നുകൂടെ നല്ലോണം ഒന്ന് മിക്സാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളക്കടല ഉണ്ടല്ലോ, നമ്മൾ കറി വെക്കുന്ന വെള്ളക്കടല, അത് വേവിച്ചത് ഉണ്ടെങ്കിൽ അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബദാം വെള്ളത്തിലിട്ട് തൊലി കളഞ്ഞിട്ട് അതോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു അറബിക് റൈസ് ആയതുകൊണ്ട് കേട്ടോ. പിന്നെ ഈ സമയത്തൊരു 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് ചൂടാക്കി എടുക്കുക. ചൂടാക്കിയിട്ട് തന്നെ ഒഴിക്കണം കേട്ടോ, അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. എന്നിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, നമ്മൾ റൈസിന് നല്ലൊരു ടേസ്റ്റ് ഫ്ലേവർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇനി നമ്മളിതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. സാധാരണ പോലെ തന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടല്ലേ വെള്ളം പോകുള്ളൂ. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും കറക്റ്റ് നല്ല ഒന്നുകൂടെ ഒന്ന് സെറ്റായിട്ടുണ്ടാവും. നോക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ചോറ് കൂടുതൽ വെന്ത് പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മൾ 20 മിനിറ്റ് കുതിർത്ത അരിക്ക് 5.5 കപ്പ് വെള്ളം കറക്റ്റായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ലാസ്റ്റ് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയില വേണമെങ്കിൽ മേലെ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ യെല്ലോ റൈസ് എന്ന് പറയുന്നത്. ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ സൈഡായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഐറ്റത്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാട്ടോ. അതായത് ഒരു പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കിയ റൈസ് അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ നമ്മുടെ ഇതിൻ്റെ സൈഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മുൻപ് ഷെയർ ചെയ്തിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പി ഉണ്ടല്ലോ, മുഴുവനായിട്ട് ഗ്രില്ല് ഓവനൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നത്. അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടു നോക്കണേ, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് രണ്ടും കൂടെ മിക്സാക്കി കഴിക്കുന്ന സമയത്ത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടെ മറക്കരുത് കേട്ടോ. അല്ലെങ്കിൽ തന്തൂരി ചിക്കൻ, അല്ലെങ്കിൽ ബ്രോസ്റ്റഡ് ഐറ്റംസ്, ഇനി അല്ലെങ്കിൽ കുറച്ചൊരു സെമി ഗ്രേവിയിൽ ചിക്കനും മട്ടനൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെയൊക്കെ സൈഡായിട്ടൊരു പ്ലെയിൻ റൈസ്, നമുക്ക് പാർട്ടി സ്പെഷ്യലൊക്കെ ആയിട്ട് പ്ലെയിൻ റൈസ് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നല്ലൊരു റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്